മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച പിണറായി വിജയൻ ക്ലിഫ് ഹൗസിൽ നിന്ന് ചിന്ത ഫ്ളാറ്റിലേക്ക് മാറുകയാണ്. മൂന്നാം നിലയിലെ 3A അല്ലെങ്കിൽ 3B മുറികളാണ് പിണറായി വിജയനോട് സജ്ജീകരിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്തുള്ള പാർട്ടിയിലെ മുതിർന്ന ആളുകൾക്ക് വേണ്ടിയാണ് ചിന്ത ഫ്ളാറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതെ, അപ്പോൾ ചിന്ത ഫ്ളാറ്റിലെ മുറി അത് PB അംഗങ്ങൾക്ക് അനുവദിക്കുന്നതാണ്. പിണറായി വിജയൻ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ സെയ്ഫ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ പറയും. സെയ്ഫ്, ഇപ്പോൾ ചിന്ത ഫ്ളാറ്റിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് ഇല്ല എന്നർത്ഥമുണ്ടോ? അല്ല, അങ്ങനെ ഒരു അർത്ഥം ഇല്ല പ്രമോദ്. അങ്ങനെ ഒരു അർത്ഥം ഈ ഘട്ടത്തിൽ നമുക്ക് കൽപ്പിച്ച് നൽകാൻ കഴിയില്ല. കാരണം നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. 10-ാം തീയതി PB യോഗം ചേരുന്നുണ്ട്. 21, 22, 23 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിൽ നിന്നുള്ള ചിന്താ ഫ്ളാറ്റിലേക്കുള്ള മാറ്റം അത് കന്റോൺമെന്റ് ഹൗസിലേക്കുള്ള പോക്ക് തടയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പോക്കുണ്ടാവില്ല എന്ന് ഈ ഘട്ടത്തിൽ എന്തായാലും പറയാൻ കഴിയില്ല. ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായും പിണറായി വിജയൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഞാൻ അതിന് ഉത്തരവാദിത്തം ഏറ്റുകൊടുത്ത് പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും ഏറ്റെടുക്കില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം 102 പേരാണ് സഭയിലേക്ക് വരാൻ പോകുന്നത് UDF-ന്റെ ഭാഗത്ത് നിന്ന്. അതിനെ നേരിടാൻ അത്രയും ശക്തനായിട്ടുള്ള ഒരു നേതാവ് വേണം. കാരണം 77-ന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും ദുർബലമായ പ്രതിപക്ഷം വരുന്നത്. 35 സീറ്റുകളാണുള്ളത്. കുറേ യുവ നേതാക്കന്മാർ UDF-ന് വേണ്ടി ജയിച്ചു വന്നിട്ടുണ്ട്. ഇടതുമുന്നണിക്കാണെന്നുണ്ടെങ്കിൽ പറയാൻ തുലവും തുച്ഛമായ ആൾക്കാർ മാത്രമാണ്, സഭയ്ക്കുള്ളിൽ കാര്യമായി സംസാരിക്കുന്ന കുറച്ച് നേതാക്കന്മാർ മാത്രമാണ് ഉള്ളത്. എന്തായാലും പിണറായി വിജയൻ അല്പസമയം മുമ്പ് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാനിപ്പോഴുള്ളത് AKG സെൻറ്റർ, പഴയ AKG സെൻറ്ററിൻ്റെ മുന്നിലാണ്. AKG സെൻറ്ററിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ചിന്ത ഫ്ളാറ്റ് ഉള്ളത്. ചിന്ത ഫ്ളാറ്റ് എന്ന് പറയുന്നത് PB അംഗങ്ങൾക്ക് വേണ്ടി, കേരളത്തിൽ താമസിക്കുന്ന PB അംഗങ്ങൾക്ക് വേണ്ടി പാർട്ടി ഒരുക്കിയിട്ടിരിക്കുന്നതാണ് ഈ ചിന്ത ഫ്ളാറ്റ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ചിന്ത ഫ്ളാറ്റ് അത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായി പിണറായി വിജയൻ ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഫ്ളാറ്റ് അനുവദിച്ചിട്ടുണ്ട്. 3A 3-ാം നിലയിലാണ് 3A 3B ഫ്ളാറ്റുകൾ അനുവദിച്ചിട്ടുള്ളത് അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൗസിലേക്ക് പോയ സമയത്ത് പോലും ആ ഫ്ളാറ്റ് മറ്റാർക്കും അനുവദിച്ചിട്ടില്ല. അതേപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ക്ലിഫ് ഹൗസിൽ നിന്ന് പിണറായി വിജയൻ മാറും എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് താമസിക്കാൻ വേണ്ടി ഒരു സജ്ജീകരണം വേണം. അത് പാർട്ടി തന്നെ ഒരുക്കുകയാണ്. ഈ കാണുന്ന ഇവിടുത്തെ 3-ാം നിലയിൽ ആ ഫ്ളാറ്റിൽ തന്നെയായിരിക്കും പിണറായി വിജയൻ താമസിക്കാൻ വേണ്ടി പോകുന്നത്. ക്ലിഫ് കന്റോൺമെന്റ് ഹൗസിലേക്ക് പോകണമോ വേണ്ടോ എന്നുള്ള കാര്യം പിന്നീട് പാർട്ടി തീരുമാനിക്കും. പിണറായി വിജയന്റെ സേയ്ക്ക് അതിനകത്ത് വലിയൊരു റോളുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വരുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന തീരുമാനം പിണറായി വിജയൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പാർട്ടിക്കൊന്നും പറയാനില്ല. അങ്ങനെ പറയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയ ശേഷം നേരത്തെ സെയ്ഫ് പറഞ്ഞല്ലോ, അതായത് ഈ പ്രതിപക്ഷ നേതൃ പദവിയുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനിക്കുക? അതിപ്പോ താങ്കൾ തന്നെ തുടരണമെന്ന് പാർട്ടി പറഞ്ഞാൽ അദ്ദേഹം തുടരും, അല്ലെങ്കിൽ പാർട്ടി വേറെ ചില ചേഞ്ചസ് ആലോചിക്കാനാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇനിയിപ്പോൾ പാർട്ടി പറയുമോ ചില കാര്യങ്ങൾ, അതോ പിണറായി വിജയൻ തന്നെ പറയായിരിക്കും? അതാ എൻ്റെ ഒരു ആകാംക്ഷ. അല്ല, നിഷാദ് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാർട്ടി പിണറായി വിജയൻ പറയും, പാർട്ടി കേൾക്കും എന്നുള്ള അതൊക്കെ അങ്ങ് മാറും നിഷാദ്. ഇനി പാർട്ടി പറയും, പിണറായി വിജയൻ കേൾക്കും എന്നുള്ളതായിരിക്കും. ഈ പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയന് മാത്രമായിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചുരുങ്ങിയിരുന്നു. അതിനൊരു മാറ്റം ഉണ്ടാകും. അതിൻ്റെ ആദ്യ സൂചനകൾ നേതാക്കന്മാർ തന്നെ നൽകുന്നുണ്ട്. ഇപ്പോൾ P ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആയാലും CPM-ന്റെ മറ്റ് നേതാക്കന്മാരോട് സംസാരിക്കുമ്പോൾ ആയാലും എല്ലാം അവരെല്ലാം ഒരു തിരുത്തൽ വേണം എന്നുള്ള കാര്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. കാരണം 35 സീറ്റ് മാത്രമായി ചുരുങ്ങിപ്പോവുക എന്നുള്ളത്, അതും ഇടതുമുന്നണിക്ക് മൊത്തത്തിലാണ് 35 സീറ്റ്. CPM-ന് അതിനേക്കാൾ കുറവാണ്, ഏതാണ്ട് 18-19 സീറ്റ് മാത്രമാണ് ഉള്ളത്. അങ്ങനെ ചുരുങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ചില തിരുത്തലുകൾ പാർട്ടിക്കുള്ളിൽ ആവശ്യമാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സേയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം വരും കാലങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം എന്തായാലും കുറച്ചു മുമ്പ് വന്നപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി വാഹനത്തിലല്ല പോയത്, AKG സെൻറ്ററിലെ വാഹനത്തിൽ ഇന്നോവ കാറിലാണ് അദ്ദേഹം പോയത്. അദ്ദേഹത്തിന് സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാവൽ മുഖ്യമന്ത്രിയായി തുടരണം എന്നുള്ള നിർദ്ദേശം ഗവർണർ തന്നെ നൽകിയതുകൊണ്ട് അദ്ദേഹത്തിന് ക്ലിഫ് ഹൗസ് വേണമെങ്കിൽ ഈ അടുത്ത മന്ത്രിസഭ അധികാരം ഏൽക്കുന്നത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ അദ്ദേഹം ഇന്നോ നാളെ മാറും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതിനുശേഷം മുഖ്യമന്ത്രി ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. MV ഗോവിന്ദനെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ പടയൊരുക്കം തന്നെ നടക്കുന്നുണ്ട്. കണ്ണൂരിലെ പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങളെ ഇല്ലാതാക്കിയത് MV ഗോവിന്ദൻ്റെ നിലപാടും PK ശ്യാമലയുടെ സ്ഥാനാർത്ഥിത്വമാണ് എന്ന തരത്തിലുള്ള വികാരങ്ങൾ പാർട്ടി അണികൾക്കിടയിൽ വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പാർട്ടി യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നിഷാദ്, നോക്കൂ, ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞ കാര്യം അതൊരു പ്രത്യേക ന്യൂസാണ്, പ്രത്യേക വാർത്തയാണ്. അതെന്താണ് ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ സെയ്ഫ്. അതായത് MV ഗോവിന്ദനെതിരെ പാർട്ടിയിൽ വലിയ പ്രതികരണം രൂപപ്പെടുന്നുണ്ട്, വലിയ കലാപം രൂപപ്പെടുന്നുണ്ടെന്ന് പറയുന്നത് പ്രത്യേകം ബ്രേക്കിംഗ് ആണ്.
അത് ഏത് നിലയിലൊക്കെയാണ് നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നത് മാത്രമാണോ അതല്ലാതെ വല്ല സംഗതികളും ഉണ്ടോ സേഫ്? പക്ഷെ അതിനകത്ത് എനിക്കൊരു കാര്യമുള്ളത് സേഫ് ഇതോട് പറയണം. MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യാപകമായ വിമർശന ശരങ്ങൾ ഒളിയമ്പുകൾ നമ്മൾ ഇന്നലെ പോലെ കാണുന്നുണ്ട്, പല ആൾക്കാരും പറയുന്നു. പക്ഷെ പാർട്ടി ഈ പരാജയത്തിന്റെ ഭാരം മുഴുവൻ MV ഗോവിന്ദനിൽ ചാരാൻ ശ്രമിക്കുന്നതിലും കുഴപ്പമൊന്നും വിചാരിക്കുന്നതാണ് ഞാൻ കേട്ടോ. അങ്ങനല്ല അതിന്റെ പ്രശ്നം. MV ഗോവിന്ദൻ ശരിയാണ്, അദ്ദേഹം ഇത്രയും വലിയൊരു പാർട്ടിയെ അതിൻ്റെ ഒരു ഏറ്റവും സങ്കീർണമായ കാലത്ത് കൊണ്ടു നടക്കുന്നതിൽ വേണ്ടത്ര സ്കില്ലുണ്ടായിരുന്ന ആളല്ല. അദ്ദേഹം ഒരു തത്വചിന്തയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ഫിലോസഫിയൊക്കെ പറയാൻ കഴിയുന്ന, പാർട്ടി ക്ലാസ് എടുക്കാൻ കഴിയുന്ന ഒരാളാണ്, ആ നിലയ്ക്ക് പ്രസംഗിക്കാൻ കഴിയുന്ന ആൾ. അതിനപ്പുറം സംഘടനയെ കൊണ്ടു നടക്കൽ വലിയ പ്രയാസമുള്ള ഒരു ദൗത്യമാണല്ലോ. അതിൽ അദ്ദേഹത്തിന് വിജയിച്ചില്ലെന്ന് പറയാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിമിതികളും കൂടി നാം മനസ്സിലാക്കണമായിരുന്നു. അദ്ദേഹത്തിന് ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്തുമാത്രം ആക്ട് ചെയ്യാൻ കഴിയുമായിരുന്നു, അതിനപ്പുറമുള്ള ഡോമിനേഷൻ ഫോഴ്സസ് അവിടെ ഉണ്ടായിരുന്നില്ലേ? അത് കാണാതെ ഇങ്ങനെ ഒരു വശത്ത് മാത്രം അടിക്കുന്നുള്ള പ്രശ്നമുണ്ടോ സൈഫെ? അതും ഞാൻ ചോദിക്കുകയാണ്. നിഷാദ്, അതിനകത്ത് ഒരു MV ഗോവിന്ദൻ മാത്രമല്ല, സ്വാഭാവികമായിട്ട് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിണറായി വിജയന് മാറി നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിനെതിരായ മാൻഡേറ്റ് ആണ് ഉണ്ടായത്. ആ മാൻഡേറ്റിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിനെ മാറ്റി നിർത്തിക്കൊണ്ട് MV ഗോവിന്ദനെതിരെ മാത്രം വിമർശനം ഉന്നയിച്ചിട്ടൊന്നും കാര്യമില്ല. പിന്നെ നിഷാദ് പറഞ്ഞ ഈ ഒളിയമ്പ്, ആ ഒളിയമ്പ് എന്ന് പറയുന്ന പ്രയോഗത്തിൽ തന്നെ തെറ്റുണ്ട്. ഇത് ഒളിഞ്ഞിരുന്നുള്ള അമ്പല്ല, ഇത് നേരിട്ടുള്ള അമ്പ് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. അത് പാർട്ടി യോഗങ്ങളിൽ സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞു വരും. MV ഗോവിന്ദനെതിരെ ഒരു വ്യാപകമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ പാർട്ടി അണികൾക്കിടയിൽ, പാർട്ടി നേതാക്കന്മാർക്കിടയിൽ ഒരു വികാരമുണ്ട്. എന്തുകൊണ്ട് MV ഗോവിന്ദൻ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത്ര സില്ലിയായി കണ്ട് അതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിത്വം പോട്ടെ എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ, അധികാരം കിട്ടിയാൽ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ, PK ശ്യാമളയെ മന്ത്രിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ വരെ അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന നേതാക്കന്മാരുണ്ട്. അതുകൊണ്ട് ആ വിമർശനങ്ങളെല്ലാം തന്നെ പാർട്ടി യോഗങ്ങളിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കാര്യമായ വിമർശനങ്ങൾ ഉണ്ടായില്ല എങ്കിൽ പോലും സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ചില കാര്യങ്ങൾ ചില ആൾക്കാർ പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ തീയതി തീരുമാനിച്ചിട്ടില്ല. അത് ഗോവിന്ദനെ മാത്രം ലക്ഷ്യം വെച്ചാണ് എന്ന് പറയാനും കഴിയില്ല. കാരണം ഇന്ന് P ജയരാജന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ഈ അധികാര സ്ഥാനങ്ങളിലെ പാർലമെന്ററി രംഗത്തേക്ക് വരുമ്പോൾ പാർട്ടി നേതാക്കന്മാർക്കിടയിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന് P ജയരാജൻ പറയുന്നത് പിണറായി വിജയനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി യോഗത്തിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ നിന്നുള്ള ചില നേതാക്കന്മാരും മറ്റ് തെക്കൻ കേരളത്തിലുള്ള ചില നേതാക്കന്മാരും ഒക്കെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴവിടെ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് പിന്നീട് മാറുമോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല. എന്തായാലും അത് ഈ ഒരു യോഗങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ CPM-നുള്ളിൽ അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. നേതൃമാറ്റം വരെ ആവശ്യപ്പെടുന്ന ഘട്ടങ്ങളിലേക്ക് പോലും പോയാൽ അത്ഭുതപ്പെടാനില്ല. CPM സംസ്ഥാന സെക്രട്ടറിയെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലെങ്കിലും മാറ്റാൻ കഴിയില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ആവശ്യങ്ങൾ ഉയരാം. ഇത് ശരിയായില്ല, ഈ നിലപാട് ശരിയായില്ല. സ്വയം വിമർശനവുമാണ് ഈ പാർട്ടിയുടെ സത്ത അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നിലനിൽപ്പ് എന്ന് എല്ലാ കാലങ്ങളും CPM-ന്റെ നേതാക്കൾ പറയാറുണ്ട്. മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് കാർൾ മാക്സ് പറഞ്ഞതിനെ എപ്പോഴും MV ഗോവിന്ദൻ പറയുന്നത്. മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് MV ഗോവിന്ദൻ കൂടി മനസ്സിലാക്കണം എന്ന തരത്തിൽ പോലും വിമർശനങ്ങൾ ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. എന്തായാലും വിമർശനങ്ങളുടെ കാലമാണ് CPM-നിൽ ഇനി വരാൻ കിടക്കുന്നത്. വിമർശനവും സ്വയം വിമർശനവും അത് എത്രത്തോളം ഉണ്ടാകും എന്നത് സംബന്ധിച്ചായിരിക്കും പാർട്ടിയുടെ ഭാവി കാലത്തെ നിലനിൽപ്പ് പോലും ഉണ്ടാവുക. നിഷാദ്.